വാക്യം 17-ന്റെ 13-ാമത്തെ വാക്യം. ഹലോ, കേട്ടോ എല്ലാവരും? എല്ലാവരും ബൈബിൾ തുറന്ന് അണ്ടർലൈൻ ചെയ്ത് അതൊക്കെ വേണം വീട്ടിൽ എഴുതി തൂക്കാൻ. ഒരു ബാധയും കൂടാരത്തിൽ അടിക്കത്തില്ല, നിന്നെ അനുഗ്രഹിച്ച് വലുതാക്കുന്നുള്ള വാക്യങ്ങളൊക്കെ മാറ്റണം. ഇതങ്ങ് എഴുതി തൂക്കണം. എന്നിട്ട് അത് സ്ഥിരം കാണണം. എന്താ വാക്ക്? ഒന്ന് വായിച്ചേ. കേട്ടോളെ, ഒരുവൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറത്തില്ല. അതിന്റെ മുകളിൽ ഏത് വലിയ മോചകം വന്ന് മുട്ടുകുത്തി മോസിച്ച് പ്രാർത്ഥിച്ചാലും മാറത്തില്ലെന്ന് മനസ്സിലാകുന്നുണ്ടോ? തിന്മ മാറാൻ എന്താ ചെയ്യണ്ടേ? നീ നന്മ ചെയ്താൽ മതി. തിന്മ നിന്നെ വിട്ട് വന്നാലും മറിക്കോളൂ. നമ്മുടെ കൂടാരങ്ങളിൽ സമാധാനം ഉണ്ടാകണമോ, നമ്മൾ പാർക്കുന്ന ഭവനങ്ങളിൽ അനുഗ്രഹം ഉണ്ടാകണമോ, ഒന്ന് മാത്രം, തിന്മ വിട്ടുമാറണം. നമ്മുടെ ഭവനങ്ങളിൽ നന്മ ഉണ്ടാകണേ എന്ത് ചെയ്യണം? ആകത്തുക ഒന്നേ ഉള്ളൂ, ഈ സന്നിധി വിട്ട് നീ പോകരുത്. ദൈവ സാന്നിധ്യത്തിലും ദൈവകൃപയിലും നീ പറ്റിച്ചേർന്നിരുന്നാൽ ഒരിക്കലും തിന്മ നിന്റെ വീട്ടിനകത്ത് വരത്തില്ല. നമ്മളെങ്ങനെ പള്ളി വരുന്നത്? വീട്ടിൽ സ്വസ്ഥത കിട്ടാനല്ലേ, കുടുംബജീവിതത്തിൽ സമാധാനം കിട്ടാനല്ലേ നമ്മൾ മുഖ്യമാർവല്ലേ പള്ളിയിലേക്ക് ദൈവത്തെ ആരാധിക്കാൻ വരുന്നത്. അപ്പൊ ദൈവമായ കർത്താവ് പറയുന്ന മെയിൻ കാര്യം ഇവിടെ വന്നതുകൊണ്ട് മാത്രമായില്ല, നിന്റെ വീട്ടിലെ തിന്മയും കൂടെ നീ മാറ്റിയാൽ മാത്രമേ എനിക്ക് ആ വീട്ടിൽ കയറാനും പറ്റത്തുള്ളൂ, നിനക്ക് സമാധാനം തരാനും പറ്റുള്ളൂ. മനസ്സിലാവുന്ന